നമസ്കാരം. ലോകത്ത് നിലവിലുള്ള കമ്പ്യൂട്ടിംഗ് രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു പുതു ചുവടുവയ്പ്പിനൊരുങ്ങുകയാണ് ആഗോള ടെക് ഭീമനായ ഗൂഗിൾ. സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെന്ററുകൾ ബഹിരാകാശത്ത് സാധ്യമാക്കുക എന്നതാണ് ഗൂഗിൾ ആവിഷ്കരിച്ചിരിക്കുന്ന പുതുപദ്ധതി. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുക്കുന്ന ഓർബിറ്റൽ ഡാറ്റാ സെന്ററുകൾ 2027 ആകുമ്പോഴേക്കും സജ്ജീകരിക്കുമെന്നാണ് ഗൂഗിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് ഇതുവരെ ആരും ആവിഷ്കരിച്ചിട്ടില്ലാത്ത ബഹിരാകാശ AI ഡാറ്റാ സെന്ററുകൾ കൃത്രിമ ബുദ്ധി രംഗത്ത് വലിയൊരു പരിവർത്തനത്തിനുള്ള വഴിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഓപ്പൺ AIയെ മറികടന്ന് ഗൂഗിളിന്റെ ജെമിനി 3 വൻ വിജയം നേടിയതിനു പിന്നാലെയാണ് ഓർബിറ്റൽ ഡാറ്റാ സെന്റർ എന്ന തങ്ങളുടെ പുതുപദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഗൂഗിൾ നടത്തിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ വരവ് ഗൂഗിളിന്റെ അടിത്തറ ഇളക്കിയേക്കുമെന്ന പ്രവചനങ്ങളെ മറികടന്നുകൊണ്ടാണ് ജെമിനി 3 വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ജെമിനി 3യുടെ മുന്നേറ്റം ഓപ്പൺ AIയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് CEO സാം ആൾട്ട്മാൻ അടുത്തിടെ ജീവനക്കാർക്ക് നൽകുകയുണ്ടായി. ഓർബിറ്റൽ ഡാറ്റാ സെന്ററുകൾ സാധ്യമാക്കുന്നതിനായുള്ള തങ്ങളുടെ പദ്ധതിക്ക് പ്രൊജക്ട് സൺബാത്തർ എന്നാണ് ഗൂഗിൾ പേരിട്ടിരിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച വിവരങ്ങൾ ഗൂഗിൾ CEO സുന്ദർ പിച്ചയാണ് പുറത്തുവിട്ടത്. ഭൂമിക്ക് പുറത്തേക്കും മെഷീൻ ലേണിംഗ് വ്യാപിക്കുന്നതിനുള്ള ദീർഘകാല സംരംഭത്തിനാണ് ഗൂഗിൾ തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ചെറിയ മെഷീൻ റാക്കുകൾ ബഹിരാകാശത്തേക്ക് അയച്ച് പദ്ധതിയുടെ സാധ്യതാ പഠനം ആരംഭിക്കും. 2027 ഗൂഗിൾ തങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് നടത്തുമെന്നും 10 വർഷത്തിനുള്ളിൽ ഭൂമിക്ക് പുറത്ത് ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നത് സാധാരണ സംഭവമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. 2027 ആകുമ്പോഴേക്കും തങ്ങളുടെ TPU ചിപ്പുകൾ ബഹിരാകാശത്ത് പ്രവർത്തിക്കുമെന്നാണ് ഗൂഗിൾ പ്രതീക്ഷിക്കുന്നത്. ബഹിരാകാശത്ത് AI അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ് എന്ന നിലയിലാണ് കമ്പനി ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. സുന്ദർ പിച്ചെ പറഞ്ഞു. ഗൂഗിളിന്റെ ഈ പുതുപദ്ധതി ഭാവിയിലേക്കുള്ള വൻ ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ലോകവ്യാപകമായി എന്തിനും ഏതിനും AIയെ ആശ്രയിക്കുകയാണ്. ChatGPT പോലുള്ള മോഡലുകൾ, സ്വയം ഓടുന്ന കാറുകൾ, മെഡിക്കൽ AI, സുരക്ഷാ AI എന്നിങ്ങനെ ഏതു മേഖലയിലും കമ്പ്യൂട്ടിംഗിന്റെ ശക്തി പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം സംവിധാനങ്ങളുടെ അടിസ്ഥാനമായ AI ഡാറ്റാ സെന്ററുകളുടെ സ്ഥാപനത്തിന് ധാരാളം ഭൂമി ആവശ്യമാണ്. മാത്രവുമല്ല, ഭീമമായ തോതിൽ വൈദ്യുതിയും വെള്ളവും AI ഡാറ്റാ സെന്ററുകളുടെ പ്രവർത്തനത്തിന് അത്യാവശ്യവുമാണ്. ഇതേ തുടർന്ന് ആഗോള വ്യാപകമായി പാരിസ്ഥിതിക ആശങ്കകൾ ഉയർന്നു വരികയാണ്. ഊർജത്തിന്റെയും വെള്ളത്തിന്റെയും വൻതോതിലുള്ള ഉപയോഗത്തെ കൂടാതെ വലിയ അളവിൽ വൻതോതിൽ ഹരിതഗ്രഹവാതക ഉദ്വമനത്തിനും ഡാറ്റാ സെന്ററുകൾ കാരണമായി തീരുന്നു. ഒപ്പം ഭൂമിക്ക് ഭാരമായി മാറുന്ന ഈ വേസ്റ്റുകളും ഇത്തരം ഡാറ്റാ സെന്ററുകളിൽ നിന്നും പുറന്തള്ളപ്പെടും. ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൃത്രിമ ബുദ്ധി അധിഷ്ഠിത സൗകര്യങ്ങളുടെ പാരിസ്ഥിതികാഘാതം ഗുരുതരമാകുമെന്ന് അടുത്തിടെ UN മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇത്തരത്തിൽ AIയുടെ വിവിധ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരുന്ന അവസരത്തിലാണ് ഗൂഗിൾ തങ്ങളുടെ ബഹിരാകാശ ഡാറ്റാ സെന്റർ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. AIക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂമിക്ക് പുറത്തേക്ക് മാറ്റുന്നതിലൂടെ പാരിസ്ഥിതിക പ്രത്യാഘാതം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഗൂഗിൾ വിശദീകരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.